കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CIETU സംസ്ഥാന കൗൺസിൽ 2025. ഇന്ന് ജലജീവൻ മിഷന്റെ പുതിയ പദ്ധതി കൂടി പൂർത്തിയാകുമ്പോൾ 42 ലക്ഷം ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം എത്തിക്കണമെങ്കിൽ നമുക്ക് ഏതാണ്ട് 5000 ml അല്ലേ 5000 ദശലക്ഷം വെള്ളം വിതരണം ചെയ്യാൻ കഴിയുന്ന സംഭരിക്കാൻ കഴിയുന്ന പ്ലാന്റും സംവിധാനവുമാണ്. മനസ്സിലാക്കുന്നത് ഏതാണ്ട് 3700 ml അകത്തുള്ള സ്റ്റോറിംഗ് കപ്പാസിറ്റിയും വിതരണശേഷിയും ഉപയോഗിച്ചാണ് നാം ഇത് ചെയ്യുക. ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ? ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വാട്ടർ ടാങ്ക്, അത് ഓവർഹെഡ് ടാങ്കായിരുന്നാലും താഴെയുള്ള പമ്പ് ഹൗസായിരുന്നാലും അവിടെ ഗ്രാമപ്രദേശങ്ങളിലെ കുന്നിൻ പ്രദേശത്തും സമതല പ്രദേശത്തും എല്ലാം നാം പൈപ്പ് എത്തിച്ചിട്ടുണ്ട്. പൈപ്പ് തുറക്കുമ്പോൾ വരുന്നത് എയറാണ്, ഓടുന്നത് മീറ്ററാണ്. അപ്പോൾ വെള്ളം ഉപയോഗിക്കാതെ ഗുണഭോക്താക്കൾ പണമടയ്ക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മീറ്റർ റീഡർമാരും പണമടയ്ക്കാൻ വരാത്തത് കൊണ്ട് ഗുണഭോക്താവിനോട് ബില്ല് പേ ചെയ്യണമെന്ന് അന്വേഷിച്ചു പോകുന്ന മീറ്റർ ഇൻസ്പെക്ടർമാരും അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ ചുമതലപ്പെടുത്തപ്പെട്ട AEമാരും ഈ വർക്ക് അസസ് ചെയ്യേണ്ടി വരുന്ന റവന്യൂ ഓഫീസർമാരും, ഇവർ ഈ രംഗത്ത് നേരിടുന്ന പ്രശ്നം എന്താ? അപ്പോൾ ഗുണഭോക്താക്കളും മാനേജ്മെൻറ്റ് അഥവാ വിതരണം ചെയ്യുന്ന ഏജൻസിയും തമ്മിലുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലായി ശുചീകരണം, കേരളത്തിൽ കാലം തെറ്റി പെയ്യുന്ന കാലവർഷമാണെങ്കിലും ആവശ്യം പോലെ ജലത്തിൻ്റെ ലഭ്യതയുണ്ട്. അത് ചെക്ക് ഡാമുകളും തടയണകളും മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ ജലത്തെ ശേഖരിക്കാൻ, ഇത് ശരിയായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കാൻ, അവർക്ക് ശുദ്ധജലം ന്യായമായ നിലയ്ക്ക് എത്തിക്കാൻ കഴിയും വിധത്തിൽ ഈ സ്ഥാപനത്തെ, സംവിധാനത്തെ സംരക്ഷിക്കാൻ ആവശ്യം വേണ്ടുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്യുന്ന വേദികളായി നമ്മുടെ ഇത്തരം സംവിധാനങ്ങളെ മാറണം എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനപക്ഷ രാഷ്ട്രീയ നിലപാടാണ്. 7400 ജീവനക്കാർ ജോലി ചെയ്യുമ്പോൾ 2016 ഒന്നാം പിണറായി ഗവൺമെൻറ്റും 2021 രണ്ടാം പിണറായി ഗവൺമെൻറ്റും അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഇതിൽ 6784 ആളുകൾക്ക് ജോലി ലഭിച്ചത് എന്ന അഭിമാനകരമായ ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആരോഗ്യമേഖലയിൽ ജീവനക്കാരൻ്റെ ലഭ്യത കുറവുണ്ടെന്ന്, കൃഷി വകുപ്പിൽ ജീവനക്കാരുടെ ലഭ്യത കുറവുണ്ടെന്ന്, പഞ്ചായത്ത് വകുപ്പിൽ ജീവനക്കാരൻ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നെല്ലാം പരാതി പറയുമ്പോഴും ശുദ്ധജല വിതരണം മനുഷ്യൻ്റെ അവശ്യ സാധനമല്ല, അത്യാവശ്യ സർവീസാണ് എന്ന് കണ്ട് ഇവിടേക്ക് ആവശ്യം വേണ്ട ജീവനക്കാരെ എത്തിക്കാൻ വളരെ കൃത്യതയോടെയും ജാഗ്രതയോടെയും ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അഥവാ സാമൂഹ്യ പ്രതിബദ്ധത ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് എന്നാണ് ഞാൻ കാണുന്നത്. അത്തരം ഒരു പദ്ധതി നാം നടപ്പിലാക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വാർഷിക ബഡ്ജറ്റിലും പഞ്ചവത്സര പദ്ധതികളിലുമായി ഗവൺമെൻറ് നീക്കിവെക്കപ്പെടുന്ന തുകയുടെ ആവശ്യകതയും ലഭ്യതയും ഒരുമിച്ച് പോകുന്നുണ്ടോ എന്ന പരിശോധനയും ഇതിൻ്റെ ഭാഗമായി നാം നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലെ പരിശോധന നാം നടത്തുമ്പോൾ 2016 മുതൽ 17 തുടങ്ങി 2025 മാർച്ച് 31 വരെ നമുക്ക് ലഭിച്ചത് 2139 കോടി രൂപയാണ്. എന്നാണ് ഞാൻ മനസ്സിലാക്കണം. കറക്റ്റായിരിക്കുമല്ലേ? നിങ്ങൾ കുറച്ചുകൂടി സമഗ്രമായി കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളാണ്. അതിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അധികാരം ഒഴിയുമ്പോൾ ധൂർത്തും മിസ്മാനേജ്മെൻറ്റും അതിൻ്റെ ഭാഗമായ അഴിമതിയും കെടുകാര്യസ്ഥത നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഈ വകുപ്പ് ഏതാണ്ട് 2000 കോടി രൂപ ഇലക്ട്രിസിറ്റി ചാർജും മാത്രം അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഒന്നാം പിണറായി ഗവൺമെൻറ് ഈ വാട്ടർ അതോറിറ്റിയുടെ ശമ്പളം വൈകിയെന്ന് പറഞ്ഞപ്പോൾ ആ ശമ്പളം നടപ്പിലാക്കിയപ്പോൾ നമുക്ക് നാം ആഗ്രഹിച്ച നിലയിലോ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശമോ പരിഗണിക്കപ്പെട്ടില്ല എന്ന പരിഭവം നിലനിൽക്കുമ്പോഴും ഈ 2000 രൂപയുടെ ദൗത്യം അഥവാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൽ നിന്ന് ഈ സ്ഥാപനത്തെ വിടുതൽ ചെയ്യുക അഥവാ അതിൻ്റെ ഉത്തരവാദിത്വം ആ ഗവൺമെൻറ് എടുത്ത് പരിഹരിക്കുന്ന പ്രവർത്തനം നന്നായി നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും.